30 വർഷത്തെ കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ചർച്ചയായിട്ടുള്ള അധികാരം നഷ്ടപ്പെടുന്നതിനും അധികാരം നേടുന്നതിനുമൊക്കെ വഴിയൊരുക്കിയ ഒരു കേസ് കൂടിയായി ഇത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. ഇതിൽ നോക്കൂ, ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഒരു ഗൂഢാലോചന, സ്മാർട്ട് വിജയൻ എന്ന എസ് വിജയൻ മറിയം റഷീദയെ കടന്നു പിടിച്ചപ്പോൾ അവർ ചെറുത്തതിൻ്റെ പ്രതികാരം ചെയ്യുന്നതിനായി നമ്പി നാരായണനെയും ഒപ്പം ശശികുമാറിനെയും ഈ കേസിലേക്ക് ഫ്രെയിം ചെയ്ത് കൊണ്ടുവരിക, പിന്നീട് അത് ബലപ്പെടുത്താനുള്ള നീക്കങ്ങൾ, മാധ്യമങ്ങൾക്ക് ഒരേ രീതിയിലുള്ള വാർത്തകൾ നൽകൽ, കിടപ്പറയിലെ ട്യൂണ മത്സ്യം, അങ്ങനെ പോകുന്ന ഒരു അപസർപ്പകത കഥയായി മാത്രം ഇതിനെ ചുരുക്കി കാണേണ്ടതുണ്ടോ? പ്രത്യേകിച്ചും ഒരു ഗൂഢാലോചന എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ക്രയോജനിക് സാങ്കേതിക വിദ്യാരംഗത്തെ വളർച്ച തടസ്സപ്പെടുത്തുന്ന ഗൂഢാലോചനയും ഇതിനൊപ്പം സംശയിക്കപ്പെടേണ്ട സാഹചര്യമുള്ളപ്പോൾ അതിൽ FIR-ലുണ്ട്. എന്നാൽ കുറ്റപത്രത്തിൽ ഇതുവരെ പുറത്തുവന്ന വിവരങ്ങളിൽ അതേക്കുറിച്ച് ഒരു പരാമർശം പോലും കാണുന്നതേയില്ല. ഇതിൽ നടന്ന രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ ആ കാലയളവിൽ നടന്ന ഗൂഢാലോചന സിദ്ധാന്തത്തെക്കുറിച്ചുള്ള വാദങ്ങളും ശ്രീജിത്തിന് ഓർമ്മയുണ്ടാകുമല്ലോ. അതുകൂടി ഈ കുറ്റപത്രത്തിന്റെ വിവരങ്ങളുമായി ചേർത്ത് വയ്ക്കുമ്പോൾ എന്താണ് നമ്മൾ നടത്തേണ്ട അധിക വായന ശ്രീജിത്ത്? സുജിയ, ഈ ISRO ചാരക്കേസുമായി ബന്ധപ്പെട്ട ഈ ക്രയോജനിക് സാങ്കേതിക വിദ്യയുടെ വളർച്ച തടയുന്നതിന് അപ്പുറത്തേക്കുള്ള ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടായ ഒരു സംഭവമായിരുന്നു ഈ ISRO ചാരക്കേസ്. ഈ ചാരക്കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ അത് മുഖ്യമന്ത്രി കരുണാകരനെതിരെ തിരിച്ചുവിടുന്നതാണ് അന്ന് രാഷ്ട്രീയ കേരളം കണ്ടത്. മാത്രമല്ല, കരുണാകരൻ അദ്ദേഹത്തിന് അപകടം സംഭവിച്ച് അദ്ദേഹം ആരോഗ്യപരമായി അല്പം ദുർബലാവസ്ഥയിലിരിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ശൈലി മാറ്റം ആവശ്യപ്പെട്ട് കോൺഗ്രസിലൊരു മൂവ്മെൻറ്റ് ആരംഭിക്കുന്നു. ഇതിനോടൊപ്പമാണ് ഈ ചാരക്കേസും ഉയർന്നു വന്നത്. ഈ ചാരക്കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് മറിയം റഷീദയും ഫൗസിയ ഹസനും ഉൾപ്പെട്ട ആളുകൾ ഇവിടെ നിന്ന് ISROയുടെ രഹസ്യങ്ങൾ കടത്തുന്നത് അതിനൊരു രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെട്ട് കരുണാകരനെതിരെ തിരിക്കുന്ന ഒരു സ്ഥിതിയാണ് അക്കാലത്തുണ്ടായത്. അത് ഈ കരുണാകരനെ ഈ രാഷ്ട്രീയമായി തേജോവധം ചെയ്യാനും അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റാനുമുള്ളൊരു മൂവ്മെൻറ്റായി മാറി എന്നതാണ് ഈ ചാരക്കേസിൻ്റെ ഒരു രാഷ്ട്രീയ വായനയ്ക്ക് നമ്മൾ വിധേയമാക്കുമ്പോൾ മനസ്സിലായത്. ഇത് പോലീസുകാർക്കിടയിൽ നടന്ന ഗൂഢാലോചനയും പോലീസുകാർ വൈരാഗ്യം മൂലം ആളുകളെ അപകടപ്പെടുത്തിയതാണ് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും മറ്റും ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നതാണ്. എന്നാൽ അത് കോൺഗ്രസിൽ കരുണാകരനെതിരായ മൂവ്മെൻറ്റിൻ്റെ ആ ഒരു നീക്കത്തിൻ്റെ ഉൾപ്രേരകമായി പ്രവർത്തിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. അതാണ് ഈ ചാരക്കേസിൻ്റെ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അത്തരമൊരു കേസിൻ്റെ ഒടുവിലാണ് കരുണാകരന് പിന്നീട് സ്ഥാനമൊഴിഞ്ഞ് മാറേണ്ടി വന്നതും AK ആന്റണി 95-ൽ മുഖ്യമന്ത്രിയായി കേരളത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തത്. പിന്നീട് അദ്ദേഹം കരുണാകരൻ രാജ്യസഭാ അംഗമായി കേന്ദ്ര ദേശീയ തലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം മാറ്റുന്നതാണ് പിന്നീട് കണ്ടത്. അപ്പോൾ കരുണാകരനെതിരായ ഒരു കേസായി മാറി. നമ്പിനാരായണൻ്റെ വ്യക്തിപരമായി ഒരു ക്രയോജനിക് ശാസ്ത്രജ്ഞൻ എന്ന നിലയിലും ഒപ്പം തന്നെ ഒരു വ്യക്തി എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാനത്തിനും അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ വളർച്ചയ്ക്കും തടസ്സമുണ്ടായതുപോലെ അദ്ദേഹത്തിന് മാനഹാനി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായതുപോലെ തന്നെ കരുണാകരൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലും വലിയ തോതിൽ കളങ്കമേൽപ്പിക്കുന്ന ഒരു മൂവ്മെൻറ്റായി ഈ ചാരക്കേസ് മാറി. അത് നേരത്തെ സുജയ് സൂചിപ്പിച്ചവരെ ഒരേ തരത്തിലുള്ള വാർത്തകൾ വിവിധ കേന്ദ്രങ്ങളിൽ എത്തിക്കുക, അതിനേതാണ്ട് ഒരേ ആളുകൾ തന്നെ പ്രവർത്തിക്കുക, അത് കരുണാകരനെതിരായ ഒരു ആരോപണമായി കരുണാകരൻ ഒരു നീക്കത്തിൻ്റെ ഉൾപ്രേരകമായി അതിനെ മാറ്റിയെടുക്കുക തുടങ്ങിയ മൂവ്മെൻറ്റുകൾ ആ ഘട്ടത്തിൽ തലസ്ഥാനം കേന്ദ്രീകരിച്ച് നടന്നതാണ്. ചാരക്കേസിൽ വസ്തുതയുണ്ടോ കഴമ്പുണ്ടോ എന്നതിനപ്പുറത്തേക്ക് കരുണാകരനെതിരെ കിട്ടിയ ഒരു ആയുധമായി ഇതിനെ മാറ്റി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രത്യാഘാതമായി മാറിയത്. അതാണ് കരുണാകരൻ്റെ കേരള രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു വഴിത്തിരിവുണ്ടാക്കുന്ന മൂവ്മെൻറ്റിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുനിർത്തിച്ചതും.